ഭൂമി നമസ്കാരം സ്റ്റാർട്ട് ചെയ്യാം. റെഡി? തക്ക തിമ്മി തക്ക ജണു തക്ക തിമ്മി തക്ക ജണു തക്ക ദിമി തക്ക ജണു തക്ക ദിമി തക്ക ജണു തക്ക ദിമി തക്ക ജണു താം തക്ക ദിമി തക്ക ജണു താം തക്ക ദിമി തക്ക ജണു താം. നമ്മളപ്പോൾ നാട്ടടവാണ് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അടുത്ത് നമുക്ക് 4ാമത്തെ നാട്ടടവ് ചെയ്യാം. എല്ലാവരും അരമണ്ഡലത്തിലിരിക്കും. ചന്ദ്രഹാരം നില പിടിച്ച് 4ാമത്തെ നമ്മൾ 2 പ്രാവശ്യമാണ് കൈയെടുക്കുക. ഓർത്ത് ചെയ്യൂ. ഇരിക്കുക. അരമണ്ഡലം തൃപ്പതാക മുദ്ര പിടിച്ച്. റെഡി? സ്റ്റാർട്ട്. തെയ്യും ത ത തെയ്യും ത ഹ. ബാക്കിൽ തെയ്യും ത ത തെയ്യും ത ഹ. നാട്ടടവ് 5ാമത്തെ. അരമണ്ഡലത്തിലിരിക്കൂ. മുദ്ര കറക്റ്റായിട്ട് പിടിക്കൂ. റെഡി? 3 സ്റ്റാർട്ട്. തെയ്യും ത ത തെയ്യും ത ഹ 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 തെയ്യും ത ത തെയ്യും ത ഹ. മോളെ ഇന്ന് പെൻഷൻ വന്നിട്ടത്രേ. ട്രഷറിയിൽ പോയിട്ട് അത് കിട്ടുകയാണെങ്കിൽ ഞാൻ വാങ്ങിച്ചിട്ടേ വരുള്ളൂ. ഇവിടെ ഇന്നേക്ക് മാത്രമേ കാണൂ അച്ഛാ. എനിക്കറിയാം മോളെ, വാങ്ങിച്ചിട്ട് അച്ഛൻ വരുള്ളൂ. ശരി അച്ഛാ, കണ്ടിന്യൂ ചെയ്തോളൂ. അമ്മേ കോളേജിൽ ഫീസ് അടക്കാറായതിന് മുത്തശ്ശനോടൊന്ന് പറഞ്ഞോളൂ. വേണ്ട, മുത്തശ്ശനെ എല്ലാറ്റിനും ബുദ്ധിമുട്ടിക്കണ്ട. അതിന് പൈസ അമ്മ തരാ നിനക്ക്. നീ ഭക്ഷണം കഴിച്ചോ? ഇല്ല. നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോളൂ. തെയ്യും ത ത +2 കഴിഞ്ഞ് ഞാൻ നേരെ എഞ്ചിനീയറിംഗ് ചേർന്നു. അതായിരിക്കും നമ്മൾ പിന്നെ കാണാൻ.
മാർക്കറ്റിലേക്ക് അത് കടക്കാൻ നിർത്തിയില്ല. സാധനങ്ങൾക്കൊക്കെ എന്താ വില? ഇന്നലെയും മിന്നാതായിട്ട് മാത്രം സവോളയ്ക്കും തക്കാളിക്ക് എന്താ വില? 100 റുപ്യ കടന്നു. ഈ നിലയ്ക്ക് വില കയറിച്ച് എന്താ മനുഷ്യൻ ചെയ്യാ? വില കയറില്ലാതെ ഈ സാധനം കുറയണില്ലേ? വില കൂടുതലാന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാതിരിക്കാൻ പറ്റുമോ അച്ഛാ? അല്ല, ഞാൻ പറഞ്ഞൊന്നുള്ളൂ മോളെ, നമുക്ക് വാങ്ങിക്കാതിരിക്കാൻ പറ്റുമോ? അതെനിക്കറിയാം. ക്ലാസ് എടുത്തോട്ടെ അച്ഛാ. അച്ഛന് ചായ വെള്ളമോ വല്ലതും വേണോ? എനിക്കിപ്പോ ഒന്നും വേണ്ട, നീ ക്ലാസ് എടുത്തോളൂ. നേരത്തെ എന്നും ക്ലാസ് കട്ട് ചെയ്യുക. ഫുട്ബോൾ മാച്ച് ഉണ്ടായിരുന്നു അമ്മേ. ആരാ? എന്താ വേണ്ട? എന്റെ കുട്ടിക്ക് ഡാൻസ് പഠിക്കണം. എന്റെ കുട്ടിക്ക്. ആ ശരി, വരൂ, ഇരിക്കൂട്ടോ. എങ്ങനെയൊക്കെയാണ് ടീച്ചർ ഇതിന്റെ കാര്യങ്ങള്? ഇത് ഡാൻസ് ക്ലാസ് മാസത്തിൽ 4 പ്രാവശ്യമാണ് ഉണ്ടാവുക. ഞായറാഴ്ച ദിവസങ്ങളിലാണ് ക്ലാസ് ഉണ്ടാവുക. ദക്ഷിണ വെച്ചിട്ട് തുടങ്ങാം. അതാണ് ഇതിന്റെ ചടങ്ങ്. കുട്ടിയുടെ പേരെന്താ? ചോദിക്കാൻ വിട്ടുപോയി. ശ്രീദേവി. കുട്ടിയോടാ ചോദിച്ചേ? ശ്രീദേവി. മോളുടെ പേരെന്താ? കാർത്തിക. ഞങ്ങൾ പോയി വരാം ടീച്ചറെ. അടുത്ത ആഴ്ച വരൂട്ടോ. നമസ്കാരം മാഷേ. നമസ്കാരം. എന്നെ പഠിപ്പിച്ച മാഷാ കുട്ടികളെ. മാഷ് വരൂ, ഇരിക്കൂ. എന്തൊക്കെയുണ്ട് വിശേഷം മാഷേ? നല്ല വിശേഷം. ഞാൻ അച്ഛനെ ഒന്ന് കാണാൻ വന്നതാ. ഇടയ്ക്ക് വന്ന് കണ്ടില്ലെങ്കിൽ മറക്കില്ലേ കുട്ടിയെ? എന്തിനാ ക്ലാസ് നിർത്തിയേ? ക്ലാസ് നടന്നോട്ടെ. മാഷ്ക്ക് ചായ? ഓ വേണ്ട, ഒന്നും വേണ്ട. അച്ഛനെ ഒന്ന് വിളിക്കൂ കുട്ടിയെ. അച്ഛാ, ശങ്കുണ്ണിയാര് മാഷ് വിളിക്കണോ? നമുക്കിന്ന് ക്ലാസ് നിർത്താം. തക്ക ധീമി തക്ക ജനു തക്ക ധീമി തക്ക ജനു തക്ക ധീമി തക്ക ജനു തക്ക ധീമി തക്ക ജനു താം. എല്ലാരും പോയിക്കോളൂ. അച്ഛാ, നമസ്കാരം. നമസ്കാരം. ഇരിക്കൂ. വേണ്ട, എനിക്ക് വേഗം പോണം. സ്കൂളിലൊന്ന് കയറണം. അതല്ലെങ്കിൽ കുറെ നടന്നതല്ലേ. എന്നാലും പറയാനുള്ളതെന്ന് വെച്ചാൽ മാഷ് പറഞ്ഞോളൂ. പറയാനുള്ളത് ചെറിയ കാര്യമാണ്. കുറെ കാലമായി ഞാനത് നിരീക്കണം. എന്താ മാഷെ പ്രശ്നം? ഇന്നലെ പേപ്പർ വായിച്ചില്ലേ? ഓ, ആ കോളേജ് കുട്ടികളുടെ കാര്യല്ലേ? അതെ, കുട്ടികളുടെ കാര്യം തന്നെ. ശ്രദ്ധിച്ചോളൂ. ഇവനും ആ കൂട്ടത്തിൽ ഉണ്ടാവുന്ന ഞാൻ അറിഞ്ഞു. കുറെ കുട്ടികളെ പിടിച്ചു അത്രേ. അവര് ഇവന്റെ പേര് പറയാതിരിക്കുവോ? അതൊന്നും ഓർമ്മപ്പെടുത്താൻ വന്നതാ. ഞാൻ പോട്ടെ. താ ദേ ദേ
ഇതാണോ പ്രദീപിന്റെ വീട്? അതെ നിങ്ങളാണോ പ്രദീപിന്റെ അമ്മ? അതെ സർ. ഇതാണ് സംശയം. സർ, പ്രദീപ് ഈ വീട്ടിലാണോ അതെ. താമസം? എന്താ കാര്യം സർ? അവൻ രാവിലെ കോളേജിൽ പോയല്ലോ. ക്ലാസ്സിൽ 2 കുട്ടികളുടെ ബാഗിൽ നിന്നും മയക്കുമരുന്ന് കിട്ടി. അവർ അവൻ്റെ പേരാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് നല്ല സംശയമുണ്ട് അവനിത് സപ്ലൈ ചെയ്യുന്നുണ്ടോയെന്ന്. അതുകൊണ്ടാണ് ഞങ്ങൾ അവനെ അന്വേഷിച്ചിറങ്ങിയത്. അവനെ അറസ്റ്റ് ചെയ്യും. സർ അവനല്ല, എനിക്ക് അവൻ അങ്ങനൊന്നും ചെയ്യില്ല സർ. അവനെ ഇപ്പോൾ കസ്റ്റഡിയിൻ്റെ അടുത്ത് മറ്റന്നാൾ കോടതിയിൽ ഹാജരാകും. ടീച്ചർ പേപ്പർ വായിക്കാറില്ലേ? അവനെ വിളിച്ചു വരുത്തൂ. അവൻ മയക്കുമരുന്ന് സംഘത്തിലെ ഒരു അംഗമാണ്. അതുകൊണ്ട് അവനെ കൊണ്ടുപോയേ പറ്റൂ. അച്ഛാ, അച്ഛാ, അവനെ ഒന്ന് വിളിക്കും. എന്താ കാര്യം? പോലീസ് വന്നിരിക്കണോ അവനെ അന്വേഷിച്ചിട്ട്? അവനെ വിളിച്ച് ഞാൻ അവനെ ഇങ്ങോട്ട് വിളിക്കട്ടെ. ഞങ്ങൾക്ക് അവനെ കൊണ്ടുപോയേ പറ്റൂ. അവൻ നല്ലൊരു ഫുട്ബോൾ പ്ലെയറാണ് സർ. നിരവധി സമ്മാനങ്ങളും കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ചീത്ത ശീലം അവനുള്ളതായിട്ട് ഞങ്ങൾക്ക് അറിയില്ല സർ. മോനെ, നീ എവിടെയാ? ഒന്നുകൂടി വേഗം വരുമോ? ആ ആ, ഒന്നുകൂടി വേഗം വാ. എന്താ സർ? പ്രദീപല്ലേ? ഞാൻ നല്ല പയ്യൻ. എന്തിനാണ് നീ ഇങ്ങനെ നശിക്കുന്നത്? എന്ത്? എന്ത്? നുണ പറയാൻ കിട്ടുന്നില്ല. നീ ഇനി ഒന്നും പറയണ്ട. അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള സാമൂഹിക ദ്രോഹികളുണ്ട് സർ. ഈ പറയുന്ന എൻ്റെ മകനായാലും ശരി, അവരെ പിടിച്ച് അർഹിക്കുന്ന ശിക്ഷ തന്നെ കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും ഇവനെ ഞങ്ങൾ കൊണ്ടുപോവുക. നിങ്ങളെപ്പോലുള്ള അമ്മമാരാണ് ഇന്ന് ഈ നാടിന് ആവശ്യം. മാതൃകയാവേണ്ടത്. ശരി.